ക്യാനായി ഞാനൊന്ന് തൊട്ടോട്ടെ നിന്റെ ചുണ്ടിൽ? ആ അത് 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 പറ. അത് അത് നിന്റെ ചുണ്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ? അതിന് കോട്ടം തട്ടാതിരിക്കാനായിട്ട് ആ കറുത്ത മറുകും. പക്ഷേ ആ മറുക് നിന്റെ ചുണ്ടിന് കൂടുതലും ഭംഗിയാണ് കൊടുക്കുന്നത്. എനിക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിലുപരി അതിനെ 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 അതൊന്നുമില്ല. നിന്റെ ചുണ്ടിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല എനിക്ക്. എന്തൊരു സോഫ്റ്റാണ് നിന്റെ ചുണ്ടും കവിളും എല്ലാം. ഓ അലക്സ്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അലക്സ്, നീ എന്താ ചെയ്യാൻ പോണേ? എന്താന്നോ? അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നീ എന്താ ചെയ്യുന്ന അലക്സ്? വിട്. ഇടാനോ? നീയല്ലേ പറഞ്ഞേ എന്താ ചെയ്യാൻ പോണേന്ന്. ഞാൻ അത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് അലക്സ് ജിയോണിൻ്റെ ചെസ്റ്റിൽ അവൻ്റെ മുഖം അമർത്തി ഉരസാൻ തുടങ്ങി. ജിയോണിന് അവനെ തട്ടിമാറ്റാൻ അവൻ്റെ കൈകൾക്ക് ശക്തിയില്ലെന്നോണം അവന് തോന്നിപ്പോയി. അലക്സ് ആണെങ്കിൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് പിടിവിട്ട് അവൻ്റെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഉരസാൻ തുടങ്ങി. ജിയോണിനപ്പോൾ പ്രതികരണശേഷിയില്ലാത്ത ഒരു ചലനമറ്റ ശരീരം എന്നോണം തോന്നിപ്പോയി. അലക്സ് ആണെങ്കിൽ അവൻ്റെ കഴുത്തിൽ നിന്ന് മാറി അവൻ്റെ നെഞ്ചിലും വയറിലും എല്ലാം ചുണ്ടുകൾ കൊണ്ട് ഉരസാൻ തുടങ്ങി. അത് പയ്യെ പയ്യെ താഴേക്ക് പോകുന്നതായിട്ട് ജിയോണിന് തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ജിയോണിൻ്റെ കൈ തട്ടി മാറ്റി. എന്നിട്ട് പറഞ്ഞു, അലക്സ് മതി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നീ മാറിക്കേ എന്നും പറഞ്ഞ് ജിയോൺ അലക്സിനെ തട്ടി മാറ്റി ബെഡിൽ തിരിഞ്ഞു കിടന്നു. എടാ, എന്തുവാടാ ഇത്? നിനക്ക് ഇത്ര വേഗം ഉറക്കം വന്നോ? കുറച്ചും കൂടെ പ്ലീസ് എടാ, കുറച്ച് ടൈം കൂടെ. വേണ്ട, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, നീ മാറിക്കേ, ഞാൻ ഉറങ്ങാൻ പോവാ എന്നും പറഞ്ഞ് ജിയോൺ പുതപ്പ് തലവഴി മൂടി കുറച്ചും കൂടെ കട്ടിലിൻ്റെ സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. ഓ, ഇവൻ്റെ ഒരു കാര്യം. ശരിയെന്ന, ഗുഡ് നൈറ്റ്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? സ്റ്റാൻഡിങ് നെക്സ്റ്റ്. ഓ ദൈവമേ, തൊണ്ട പോയി. ഓ, ഇതൊക്കെ എങ്ങനെയാണ് കൊച്ചിയിറക്കം പാടുന്നത്? ചുമ്മാ അല്ല അവൻ ഇത്ര ഫാൻസ്. ഓ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലേ. നമുക്ക് ഈ ലോക്കൽ പാട്ടൊക്കെ മതി. അടിച്ച താങ്ക മാട്ടേ 4 മാസം തൂങ്ക മാട്ടേ മോദിപ്പാറ്. ഇവനെന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിനെ പോലെ നോക്കി നിൽക്കുന്നേ? ഡാ ജിയോണെ, നീ എന്തും വാ വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാടാ? നീയാ? നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എങ്ങോട്ട് നോക്കാൻ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഓ എടാ പുല്ലേ, അങ്ങോട്ടല്ല, ഇത് ഇങ്ങോട്ട്. അങ്ങോട്ടാ? അങ്ങനെ തെളിച്ച് പറ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതാണ് ഇത്ര വലിയ കാര്യം? ഇതിനെന്താ? അവർ 2 ഇണക്കുരുവികൾ ചിരിച്ചു കളിച്ച് സല്ലപിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം? നീ അവരെ നോക്കി നിൽക്കുന്ന കണ്ട അവരെ നോക്കി ദഹിപ്പിച്ച് കൊല്ലുമെന്ന് തോന്നുമല്ലോ. അത് എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അവനത് അല്ലായിരുന്നല്ലേ? അവൻ ഏതല്ലായിരുന്നല്ലേ? എന്താ നീ ഉദ്ദേശിച്ചേ?
അവന് പെണ്ണുങ്ങളെ അതൊന്നുമില്ല, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. പോരട്ടെ, അവന് പെണ്ണുങ്ങളെ നീ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയച്ചാൽ മതി. എന്താ, കുറേ ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. നിൻ്റെ മട്ടും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഒരു സോൾമേറ്റാണെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ എന്നോട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എന്താ നിൻ്റെ പ്രോബ്ലം? നീ പറഞ്ഞിട്ട് ഇവിടുന്ന് അനങ്ങി വെച്ചാൽ മതി, കേട്ടല്ലോ. എടാ തെണ്ടി പട്ടി ചെറ്റേ, നിങ്ങളുടെ ഇടയ്ക്ക് ഇത്രയെല്ലാം നടന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ? ചുമ്മാ അല്ല നിന്നെ ഞാൻ രാത്രി വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കാത്തത്. എങ്ങനെ എടുക്കാനാ? രണ്ടും കൂടെ ഇതല്ലേ അവിടെ രാത്രി പരിപാടി. കൊള്ളാം, നീ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടാ. സോൾമേറ്റ് എന്നും പറഞ്ഞ് നടന്നിട്ട് അവനിപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു. എടാ അത് അങ്ങനല്ല, അത് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവൻ്റെ ഒരു പക്ഷേ എന്താ നിർത്തിക്കളഞ്ഞേ? നിൻ്റെ നാവിറങ്ങിപ്പോയാ? നിൽക്കുന്ന കണ്ടില്ലേ, നിങ്ങളുടെ ഇടയ്ക്ക് ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനൊന്നും പറ്റത്തില്ലെന്നൊക്കെ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞതാ, പക്ഷേ ആ ടൈമിൽ പിന്നെ എനിക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. എനിക്കറിയില്ല അങ്ങനെ എന്താന്ന്. അവൻ്റെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവൻ നിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടൊന്നും അല്ലല്ലോ അവനെ നിന്നെ അവിടെ ഇവിടെ പിടിക്കാനും തൊടാനും ഒക്കെ വന്നത്. നിൻ്റെ വായിലപ്പോൾ എന്താ പഴമായിരുന്നോ? നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനി അവൻ നിന്നെ പിടിക്കാനോ തൊടാനൊക്കെ വരുമ്പോൾ നീ തീർത്തങ്ങ് പറഞ്ഞാൽ മതി, എനിക്കിതൊന്നും ഇഷ്ടമല്ല, നീ ഇതൊന്നും ഇനി ആവർത്തിക്കരുതെന്ന്, കേട്ടാ. പക്ഷെ അവന് ഇവളോടെന്താ? അവളോടെ ഒലക്കയുടെ മൂഡ്. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? അവൻ അവളോട് സംസാരിക്കുന്നതാണോ അതോ അവൻ നൈറ്റ് നിന്നെ അവിടെ ഇവിടെ പിടിക്കുന്നതാണോ നിനക്ക് പ്രശ്നം? എന്താ നിൻ്റെ പ്രശ്നം എന്താ? അത് അവൻ എന്നെ അവിടെ ഇവിടെ പിടിക്കുന്നതാ പ്രശ്നം. ആണല്ലോ. അപ്പോൾ പൊന്നുമോനെ, അത് നിർത്താനൊരു പോംവഴി കണ്ടെത്ത്. എന്നിട്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം, കേട്ടാ. ഇപ്പോൾ ചേട്ടനെ കുറച്ച് പണിയുണ്ട്, അപ്പോൾ പിന്നെ കാണാം, കേട്ടാ. ഹേ പൂച്ചക്കുട്ടി, അവിടെ നിന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്നേ, അവിടെ നിന്നേ. എന്റെ ദൈവമേ, ആ കോഴിയാലൻ പുറകെ തന്നെ ഉണ്ടല്ലോ. അവന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെങ്കിലും പോകാന്ന് വിചാരിച്ചപ്പോ അവന്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ട്. നന്ദിയുണ്ട് ഈശ്വര, നന്ദിയുണ്ട്. പൂച്ചക്കുട്ടി, ചേട്ടൻ വിളിക്കുന്നത് കേട്ടില്ലേ? അവിടെ നിന്നേ. ഇയാളെ കൊണ്ട് എന്താണ് എനിക്ക് വേണ്ടത്? പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന എന്താ എനിക്ക് വേണ്ടത് എന്താണെന്ന് എന്റെ പൂച്ചക്കുട്ടിക്ക് അറിയത്തില്ലേ? നിന്നെ കയറ്റാനായിട്ട് എൻ്റെ ഈ മനസ്സ് തുറന്നിട്ടിരിക്കുക. വാ, കേറ്. എട്ടോ എങ്ങോട്ടാണ് താൻ ഈ പറയുന്നത്? എന്റെ കാലിൽ ചെരുപ്പ കിടക്കുന്നത് കേട്ടല്ലോ. ചെരുപ്പൊന്നും ഊരണ്ടെന്നേ, എൻ്റെ മനസ്സതിന് അമ്പലമൊന്നുമല്ല. ഇങ്ങനെ കയറി പോന്നേക്ക്. ഇയാളെ കൊണ്ട് തിണ്ടുമോന്റെ വളിച്ച കോമഡി അടിച്ചോണ്ടിരിക്കുവോ അയാള്? താൻ ഇവിടുന്ന് വളിച്ച കോമഡി അടിച്ചോണ്ടിരുന്നോളോ, ഞാൻ പോവാ. ശല്യം. നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ കൊച്ചു കള്ളി. ഞാൻ ഇത് വരുന്നു. എങ്ങോട്ട് വരുന്ന കാര്യമാ പൊന്നുമോൻ പറയുന്നത്? അയ്യോ, എന്താണ്? അത് ഞാൻ സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. അതാ. മനുഷ്യനെ കൂടെ പേടിപ്പിച്ചിട്ട്. അല്ല പൊന്നുമോൻ, ഈ വർക്ക് ടൈമിൽ എവിടെ ഈ കറങ്ങി നടക്കുന്നത്? അത് സാർ, ഞാൻ ഈ ഫയൽ നോക്കാൻ പോകുമായിരുന്നു. എവിടെ? നേഹയുടെ ക്യാബിനില്ല. എപ്പോഴാ ഈ ഫയലെല്ലാം നേഹയുടെ ക്യാബിനിലേക്ക് മാറ്റിയത്? MD ആയ ഞാനറിഞ്ഞില്ലല്ലോ ഇതൊന്നും. അത് സാർ, നേഹയും ഇവിടുത്തെ ഒരു എംപ്ലോയി അല്ലേ, അപ്പം നേഹേനേയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്, അത്രേ ഉള്ളൂ. ആണോ? എന്നാലേ ആ കാണിക്കൽ ഇവിടെ വേണ്ട കേട്ടാ.
അത് ഇന്ന് കൊണ്ടങ്ങ് പൊന്നുമോ നിർത്തിയേക്ക് കേട്ടല്ലോ. ആ നിർത്തി, ഇന്നുകൊണ്ട് നിർത്തി. ഇനി ആവശ്യമുള്ള ഫയലാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകത്തില്ല. ഓ ഇങ്ങനൊരു കട്ട കലിപ്പാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റാം, അതാ നല്ലത്. ആ പിന്നെ സാറേ, അന്ന് സാറിന് വട്ടാണെന്ന് പറഞ്ഞ ആളെ സാറ് കണ്ടുപിടിച്ചായിരുന്ന? അത് ഞാൻ നിന്നോട് പറയാനിരിക്കുമായിരുന്നു. ഞാൻ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധി പ്രയോഗിച്ചു. എൻ്റെ കയ്യിലാണ് ബുദ്ധി ഇല്ലാത്തത്. ഞാൻ ഓഫീസിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി, അന്ന് നീ ലീവായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് എന്നെക്കുറിച്ച് ഒരാൾ ഒരു അപവാദം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്ക് വട്ടാണെന്ന് ആരോ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പം അത് ആരാണെന്ന് പറയുന്നവർക്ക് 5000 രൂപ ഞാൻ ശമ്പളത്തിൽ ബോണസ് അധികമായിട്ട് കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആളെ കിട്ടിയാ? പിന്നെ കിട്ടാതെ. നിനക്കറിയും നമ്മുടെ അഭിഷേക് ഇല്ലേ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അവൻ എന്നോട് ഒന്ന് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു ഞാനായിരുന്നു സാറേ എന്നൊക്കെ. അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അനുകമ്പ തോന്നി. ഞാൻ അവനെ അങ്ങ് വെറുതെ വിട്ട്. അപ്പം പണിഷ്മെൻറ്റ് ഒന്നും കൊടുത്തില്ലേ? ഇല്ല, എനിക്ക് അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി. പിന്നെ ഞാൻ അവനെ ക്ഷമിച്ചും വിട്ട് അധികമായിട്ട് കൊടുക്കാവുന്ന ബോണസും അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. ബോണസും കൊടുത്താ അധികമായിട്ട്? അത് 5000 രൂപ. പണിഷ്മെൻറ്റും കൊടുത്തില്ല. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, അന്ന് സാറിന് വട്ടാണെന്ന് പറഞ്ഞത് അഭിഷേകമല്ല, ഞാൻ തന്നെ ആയിരുന്നു. ഒന്ന് പോടാ, നീ അന്നത്തെ പോലെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. നീ ഒന്നുമല്ല പറഞ്ഞത്, അത് അവൻ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ പോട്ടെ, പിന്നെ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പിന്നെ അടിപൊളിയാ സാറേ. ഈ തല ആരെയും കാണിക്കില്ല കേട്ടാ, കൊത്തിക്കൊണ്ട് പോവും. എന്നാ ഞാൻ പോട്ടെ. ഇതുപോലൊരു മണ്ടൻ. അല്ല പൊന്നുമോനെ നിന്നേ, എന്താ നേഹയുടെ ക്യാബിനിലേക്ക് അവിടേക്ക് മാറ്റിയാ നിൻ്റെ ക്യാബിൻ? അയ്യോ എനിക്ക് തെറ്റിപ്പോയതാ, സോറി. ഞാൻ അങ്ങോട്ട് തന്നെ പോട്ടെ. എന്നാൽ ശരി. ജിയോൺ, നീ കുളിക്കാൻ പോവാണോ? നീ എന്തായാലും ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്ക് എനിക്കൊരു കോൾ വിളിക്കാനുണ്ട്. ഞാൻ കോൾ വിളിച്ചിട്ട് വരാം കേട്ടാ. അവന് ആരെയായിരിക്കും ഈ ടൈമിൽ വിളിക്കാൻ മാത്രം? അല്ല എനിക്കെന്താ, അവൻ ആരെ വിളിച്ചാലും. അവനിന്ന് ആ പെണ്ണിനോട് സംസാരിച്ചപ്പോൾ എനിക്കെന്താ പറ്റിയേ? ഓഫീസിൽ എനിക്ക് വർക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റിയില്ല. എനിക്കെന്താ പറ്റുന്നത്? ജിയോൺ കുളിച്ച് റൂമിലേക്ക് വന്നിട്ടും അലക്സ് ഫോൺ വിളിച്ചിട്ട് എത്തിയിട്ടില്ലായിരുന്നു. ഇവനിതുവരെ കോള് വിളിച്ചിട്ട് വന്നില്ലേ? ആരെയാണാവോ ഇവന് ഇതിനും മാത്രം ഇത്ര നേരം സംസാരിക്കാനായിട്ട്? നീ കുളി കഴിഞ്ഞ് വന്നോ? ഞാൻ ഒരു 10 മിനിറ്റ് ഇപ്പോൾ ഫ്രഷായിട്ട് വരാം കേട്ടോ. ശരി. പിന്നെ ആരായിരുന്നു കോളിൽ? അതോ, അത് കുറച്ച് പേഴ്സണലാണ്. ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം, നീ ഇരിക്ക് കേട്ടോ. പേഴ്സണലോ? അത് ആരായിരിക്കും? ആരെങ്കിലും ആട്ടെ, എനിക്കെന്താ. ഞാൻ വന്നു. എന്നാൽ നമുക്ക് കിടന്നാലോ എന്നും പറഞ്ഞ് അലക്സ് ചാടി ജിയോണിൻ്റെ മുകളിൽ കയറി കിടന്നു. എന്നിട്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓരോ ദിവസം കൂടുമ്പോഴും നിൻ്റെ ഈ ചുണ്ടിൻ്റെ ഭംഗി കൂടിക്കൂടി വരുവാണ്. അതെന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അലക്സ്, നീ മാറിക്കേ. ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആളല്ല. നിൻ്റെ താളത്തിനോട്ട് തുള്ളാൻ നീ മാറിക്കേ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജിയോൺ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറി. എന്താ ജിയോൺ, എന്താ നീ പെട്ടെന്ന് ചാടി എഴുന്നേറ്റേ? എന്താ പറ്റിയത്? നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അലക്സ് ജിയോണിനെ പിടിച്ച് ഒരു ഭിത്തിയിൽ ചാരി നിർത്തി അവനെ കുറച്ചു നേരം നോക്കിയിട്ട് പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ
ബലമായി കിസ് ചെയ്തു. അലക്സിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഈ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ജിയോണിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചു നേരം അങ്ങനെ ഷോക്കായി അവന് വഴങ്ങിക്കൊടുത്തു. പെട്ടെന്ന് അവനെന്തോ ബോധോദയം വന്നതുപോലെ അലക്സിനെ തട്ടി മാറ്റി അവൻ്റെ ചെവിക്കല്ല് നോക്കി ഒരടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആരങ്ങോട്ട്, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞല്ലേ ഞാൻ നിൻ്റെ ടൈപ്പല്ല, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന്. എന്നിട്ട് നീ എന്നെ എന്നോട് തന്നെ എനിക്ക് ഉറപ്പ് തോന്നുന്നു എനിക്ക് നിന്ന് തന്നതിൽ. എനിക്ക് ആരോടൊന്നും എതിർത്ത് പറയാൻ അറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല. നീയായിട്ട് ഇത്രയും നന്നായിട്ട് അടുത്തപ്പോൾ എനിക്ക് നിന്നെ എതിർക്കാൻ മനസ്സ് വന്നില്ല. പലവട്ടം എനിക്ക് പറ്റാഞ്ഞിട്ട് പോലും നീ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇതെല്ലാം സമ്മതിച്ചത്. പക്ഷെ ഇപ്പോൾ നീ കാണിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ചിലപ്പോൾ രണ്ടും കെട്ട് ജന്മമായിരിക്കും. ആണിനോടും പെണ്ണിനോടും സെക്സ് എന്നുള്ളൊരു വികാരം മാത്രമുള്ളതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല. ജിയോ, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നോട് ഒരിക്കലും അത് നമ്മൾ വിചാരിച്ച തിരിച്ചെടുക്കാൻ പറ്റില്ല. മിണ്ടരുത് നീ. നിൻ്റെ വൃത്തികെട്ട വാഗുണ്ട് എന്നോട് മിണ്ടിപ്പോരുത്. എനിക്കിനി നിന്നോട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നീ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ പൊക്കോളാം. സോറി, എല്ലാത്തിനും സോറി. ഞാൻ പോവാ. എടാ ജിയോണെ, നിന്നെ. നിൻ്റെ വാലെന്തേ കണ്ടില്ലല്ലോ? അല്ലെങ്കിൽ ഈ ടൈം നിൻ്റെ കൂടെ കാണണ്ടല്ലേ? എന്താ അവൻ വന്നില്ലേ? എനിക്കറിയില്ല. അറിയില്ലെന്നാ? നിൻ്റെ പുറകിലല്ലേ അവൻ സദാസമയം നടക്കുന്നത്. നിങ്ങൾ വരുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഒരുമിച്ച്. എന്നിട്ടിപ്പോൾ അറിയില്ലെന്ന് പറയുന്നു. അല്ല, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? എന്താ നിനക്ക് വയ്യേ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നും ഇല്ലായിട്ടാണോ നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്? എന്താടാ പ്രശ്നം? എന്താ കാര്യം? ഇന്നലെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നോ? നീ എന്നാലും അവനെ അടിക്കേണ്ടതില്ലായിരുന്നു. അല്ലനെ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്. നീയല്ല പറഞ്ഞേ അവനോട് പറയണം ഇനി തൊടാൻ വരുമ്പോഴെന്ന്. എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? എടാ, അതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നും അല്ല. ഞാൻ നിന്നോട് പറഞ്ഞോ അവനെ പോയി തല്ലണമെന്ന്? അവനോട് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പോൾ നീ കയറി അടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നിന്ന് കരഞ്ഞിട്ടെന്താ കാര്യം? നടന്നത് പോട്ടെ. എടാ, എനിക്കതങ്ങനെ വിട്ടുകളെ പറ്റുന്നില്ല. ഒരർത്ഥത്തിൽ ഞാനും തെറ്റുകാരനാണ്. ഞാൻ ഫസ്റ്റ് തന്നെ അതൊക്കെ എതിർത്തിരുന്നെങ്കിൽ അവന് ഞാനും കൂടെ വളം വെച്ച് കൊടുക്കുമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവനെ മാത്രം ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ, എൻ്റെ കയ്യിൽ നിന്ന് വിലപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ. എനിക്ക് അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടടാ. എനിക്കവനെ കണ്ട് സോറി പറയണം.
എടാ, നീ ഇങ്ങനെ കരയാതെ, നീ വിഷമിക്കണ്ട. അവനെന്തായാലും ഓഫീസിൽ വരാതിരിക്കില്ലല്ലോ. അപ്പം നമുക്ക് അവനെ കണ്ട് എല്ലാം പറയാം. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 ആഴ്ച വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. അലക്സ് ഓഫീസിലേക്ക് വന്നതേയില്ല. ആരോട് ചോദിച്ചാലും ഒന്നും അറിയില്ല. അവൻ എവിടെ പോയെന്നോ റിസൈൻ ചെയ്തെന്നോ അതൊന്നും ആർക്കും അറിയില്ല. അലക്സിൻ്റെ ഓർമ്മകൾ ജിയോണിനെ ശരിക്കും തളർത്തിക്കഴിഞ്ഞിരുന്നു. അവന് രാത്രി ഉറങ്ങാൻ പോലും സാധിച്ചില്ല. കാരണം എന്നും അവനെ നഗ്നമായ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന അലക്സിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഉറക്കം മുഴുവനും നഷ്ടപ്പെട്ടു. ഓഫീസിലാണെങ്കിലും അവന് യാതൊന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. വർക്കിൽ കോൺസെൻട്രേറ്റ് ഇല്ല. മൊത്തം എന്തോ നഷ്ടപ്രണയം സംഭവിച്ച ആളെപ്പോലെ ആണ് അവൻ്റെ പെരുമാറ്റവും നടത്തമെല്ലാം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ MD ജിയോണിനെ MDയുടെ ക്യാബിനിലേക്ക് വിളിച്ചു. മേ കമ്മിങ് സർ? ജിയോൺ വരൂ. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത് തന്നോടൊരു കാര്യം ചോദിക്കാനാണ്. വേറൊന്നുമല്ല, തനിക്കെന്താ പറ്റിയത്? തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക. താൻ ആകെ വിഷമിച്ച്. എന്താ കാര്യം? അങ്ങനൊന്നുമില്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? തന്നെ കണ്ടാൽ പറയത്തില്ലല്ലോ തനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ആളാണെന്ന്. തൻ്റെ വിഷമത്തിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. അലക്സ് അല്ലേ തൻ്റെ ഈ വിഷമത്തിന് കാരണം? എന്താ, ശരിയല്ലേ? അത് സാറിനെങ്ങനെ അറിയാം? അതുകൊള്ളാം. അതെന്ത് ചോദ്യമോ ജിയാൻ? അത് എനിക്കെങ്ങനെ അറിയാതിരിക്കും? കാരണം ഞാനല്ലേ അവനെ തൻ്റെ അടുത്തേക്ക് വിട്ടത്. പിന്നെ അതിനെപ്പറ്റി എനിക്കറിയാതെ പിന്നെ ആർക്കറിയാനാ? എന്താ പറഞ്ഞത്? അലക്സിനെ സാറ് വിട്ടതാണെന്നോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിനക്കല്ലേലും ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് സത്യം. പിന്നെ നിനക്ക് അലക്സ് ആരാന്നറിയണ്ടേ? ഞാൻ പറയാം. ഈ അലക്സ ഗ്രൂപ്പിൻ്റെ ഓണറായ അലക്സാണ്ടർ പോളിൻ്റെ ഒരേ ഒരു മകൻ, അതായത് എൻ്റെ ബ്രദറിൻ്റെ മോൻ, അവനാണ് അലക്സ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായ? അവൻ അലക്സാണ്ടർ സാറിൻ്റെ മകനാണെങ്കിൽ പിന്നെന്തിനാ ഇവിടെ ഒരു സാധാരണ എംപ്ലോയിനെ പോലെ വന്ന് ജോലി ചെയ്തേ? അത് നിനക്ക് വേണ്ടിയാ അവനിവിടെ ഒരു സാധാരണ എംപ്ലോയി ആയിട്ട് ജോലിക്ക് കയറിയത്. എനിക്ക് വേണ്ടിയോ? എന്തിന്? അത് നിന്നോടുള്ള അതിയായ പ്രേമം കൊണ്ട്. പ്രേമം കൊണ്ടോ? അത് എന്നോടോ? അതെ, നിന്നോട് തന്നെ. നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണ്. നിൻ്റെ റൂമിൽ അവനെ സ്റ്റേ ചെയ്യിപ്പിച്ചതും ഞാൻ നിനക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതും എല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു. അവന് നിൻ്റെ കൂടെ അടുക്കണമായിരുന്നു. അതിന് ഒരു വഴി മാത്രമായിരുന്നു ഇവിടുത്തെ ജോലിയും നിന്നോടുള്ള അവൻ്റെ സമീപനവും എല്ലാം. അവന് ഭയങ്കര ഉറപ്പായിരുന്നു അവൻ നിൻ്റെ കൂടെ വന്ന് സ്റ്റേ ചെയ്ത നീ അവനെ ഇഷ്ടപ്പെടും, അവൻ നിന്നെ ഇഷ്ടപ്പെടുത്തി എടുക്കുമെന്നില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അവന്. പക്ഷേ എല്ലാം അന്ന് ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചു. നീ അവനെ നേരിട്ട് കാണുന്നത് അന്ന് ഇവിടെ ഓഫീസിൽ വെച്ചാണെങ്കിലും അവൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അവരുടെ ലണ്ടനിൽ പുതിയൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യണമായിരുന്നു. അന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ്
അവൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. ആ കണ്ട മാത്രം തന്നെ അവന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന് ആ ഒരു സെക്കൻഡിലാണ് അവൻ്റെ ഐഡൻറ്റിറ്റി പോലും മനസ്സിലായത്. വേറെ ആരോടും തോന്നാത്തൊരു ഫീലിങ്സാണ് അവന് നിന്നോട് തോന്നിയത്. ഈ അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷേ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവന് എന്നോട് പ്രേമാണെന്നൊന്നും അവനെന്നോട് തുറന്നു പറയായിരുന്നു. ഞാൻ പലവട്ടം ചോദിച്ചതാ എന്താ ഇതിനർത്ഥമെന്ന്. പക്ഷെ അവനത് പറയാൻ കൂട്ടാക്കിയില്ല. ഞാൻ ഒത്തിരി വട്ടം ചോദിച്ചതാ എന്തിനാ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയും ഇത് ഫ്ലേർട്ടിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ടച്ചിങ് മാത്രമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത്രയും അവനെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എന്തൊക്കെയാ അവനെ പറഞ്ഞത്. ഞാനും പലവട്ടം അവനോട് പറഞ്ഞതാ എല്ലാം നിന്നോട് തുറന്നു പറയാൻ. പക്ഷേ അവന് പേടിയായിരുന്നു. അവൻ്റെ ഐഡൻറ്റിറ്റി നീ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ നീ വെറുക്കുമെന്ന് അവനൊത്തിരി പേടിയുണ്ടായിരുന്നു. അവനൊരു ഗേ ആണെന്ന് നീ അറിഞ്ഞാൽ നീ അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് അവന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതാ അവൻ നിന്നോട് പറയാഞ്ഞത്. പക്ഷെ അവൻ്റെ ഫീലിങ്സ് അവൻ പലപ്പോഴും നിന്നോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. എല്ലാം എൻ്റെ തെറ്റാ, ഞാൻ അവന് മനസ്സിലാക്കാതെ പോയത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അവൻ പോയപ്പോഴാണ് എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു. അവൻ എന്നെ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്യുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ ഉള്ളിൽ എന്നോട് ഇത്രയും സത്യസന്ധമായ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കവനെ കാണണം, പ്ലീസ്. അവനെവിടെയാണെന്ന് എന്നോടൊന്ന് പറയാമോ, പ്ലീസ് പ്ലീസ്. ജിയോൺ, നീ ശരിക്കും വൈകിപ്പോയി. അവൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് തിരിച്ചുപോയി. അവൻ നിന്നെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ അന്ന് പറഞ്ഞില്ലേ നിൻ്റെ കൺമുമ്പിൽ പോലും അവൻ വന്നു പോകരുതെന്ന്. അതാ അവൻ വരാഞ്ഞെ. അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ, എനിക്കറിയാം ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന്. എനിക്ക് അവനത് കണ്ടാൽ മതി. പ്ലീസ് അവൻ്റെ അഡ്രസ്സ് ഒന്ന് എനിക്ക് തരാമോ? എനിക്ക് എത്രയും വേഗം അവനെ പോയി കണ്ട് എല്ലാത്തിനും മാപ്പ് പറയണം, പ്ലീസ്. ജിയോൺ, നീ ഇങ്ങനെ കരയാതെ, ഞാൻ അഡ്രസ്സ് തരാം. നീ അവനെ നേരിട്ട് പോയി കണ്ടോ. ജിയോൺ, നീ? ഞാൻ തന്നെ. മാറി നിൽക്ക്, ഞാൻ അകത്തേക്ക് കയറട്ടെ. ഇനി പറ, എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? നിൻ്റെ അജ്ഞാതവാസം ഞാൻ കാരണം അവസാനിച്ചതുകൊണ്ടാണോ? ജിയോൺ, അത് നീ എങ്ങനെ ഇവിടെ വന്നെന്ന് ഞാൻ ചോദിച്ചേ. അതെന്തിനാ നീ അറിയുന്നേ? ഇതാണോ നിൻ്റെ ദിവ്യപ്രണയം? പാതി വഴി വെച്ച് ഉപേക്ഷിച്ചു പോകുന്നത്. അത് നിനക്കെന്നെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പോയത്. ഞാൻ നിന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ലേ. അലക്സ്, നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ വയ്യായിരുന്നു. ഞാൻ പലവട്ടം ചോദിച്ചതല്ലേ നിന്നോട് എന്താ ഈ കാണിക്കുന്നതിനെല്ലാം അർത്ഥമെന്ന്. അപ്പം നീ എന്താ പറഞ്ഞേ? ഇത് വെറും ഒരു ടച്ച് മാത്രമാണെന്ന്. പിന്നെ എനിക്കെങ്ങനെ മനസ്സിലാവും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്? എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക്
എനിക്കറിയില്ലായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും അന്ന് നിന്നെ പറയത്തില്ലായിരുന്നു. എനിക്കന്ന് ശരിക്കും ദേഷ്യം വന്നത് നീ അന്ന് ഓഫീസിൽ വെച്ച് അലിസയോട് സംസാരിക്കുന്നത് കണ്ടതും പിന്നെ നീ നൈറ്റ് ഫോൺ കോൾ ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ നീ ഒരു പ്ലേ ബോയ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. അതാ അങ്ങനെയൊക്കെ ഞാൻ നിന്നെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക്. ജിയോ, മാപ്പ് പറയേണ്ടത് നീയല്ല, ഞാനാ. എനിക്ക് നിന്നോട് പറയാൻ പേടിയായിരുന്നു. നീ എൻ്റെ ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമെന്നുള്ള ഭയമായിരുന്നു. എല്ലാം എൻ്റെ സ്വാർത്ഥതയായിരുന്നു നിന്നെ എൻ്റെ അടുത്ത് കിട്ടാൻ. പക്ഷെ ഞാൻ നിന്നോട് പറയാഞ്ഞത് എനിക്ക് പേടിച്ചിട്ടായിരുന്നു. സോറി. പിന്നെ അന്ന് ഓഫീസിൽ വെച്ച് സംസാരിച്ച ലിസ ഞങ്ങളുടെ കസിനാണ്. അതാ ഞാൻ അവളോട് അങ്ങനെയല്ല അന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ചത്. പക്ഷെ നിനക്ക് ഹേർട്ട് ചെയ്തൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അന്ന് ഞാൻ ഫോൺ വിളിച്ചത് എൻ്റെ മമ്മിയോടായിരുന്നു. മമ്മിയോട് സംസാരിച്ചത് മുഴുവൻ നിന്നെ പറ്റിയാ. മമ്മി പറഞ്ഞത് നിന്നെ എത്രയും വേഗം എല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ആ കാര്യങ്ങൾ ഞാൻ നിന്നോട് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാ നീ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാഞ്ഞത്. നിന്നോട് ഞാൻ ഫീലിങ്സ് പോലും തുറന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനത് എങ്ങനെ പറയും? അതാ അലക്സ്, സോറി. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. സോറി. ഐ ലവ് യു. ഐ ലവ് യു. എന്താ നീ ഇപ്പോൾ പറഞ്ഞേ? ഒന്നും കൂടെ പറഞ്ഞേ. ഐ ലവ് യു എന്ന്. ഐ റിയലി ലവ് യു. എന്താ ഐ ലവ് യു എന്ന് കേട്ടിട്ടില്ലേ? സത്യമായിട്ടും? സത്യമായിട്ടും ഐ ലവ് യു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ ആരാന്നറിയാവോ? അത് ഞാനാ. താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ കാര്യം? അത് എങ്ങനെ നിന്നാൽ മതിയാ? എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്തു. നിൻ്റെ ബോഡി ഞാൻ അത് സ്വന്തമാക്കിക്കോട്ടെ? അത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതൊന്നും. ഓ, അതാണോ പ്രശ്നം? അതിനല്ലേ ഞാനുള്ളത്. നീ വെറുതെ എനിക്ക് നിന്ന് തന്നാൽ മതി, എല്ലാം ഞാൻ ചെയ്തോളാം. പിന്നെ വേണമെങ്കിൽ നിനക്ക് പഠിപ്പിച്ചും തരാം. അപ്പോൾ വന്നേ വെറുതെ സമയം കളയണ്ട. വാ. ദൈവമേ, ആ പോക്ക് കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഫീലിങ്സ് തുറന്നു പറയാത്തപ്പോൾ തന്നെ എന്നെ പെടുത്തിയ പെടാപ്പാടൊക്കെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി എന്താണാവോ ചെയ്യാൻ പോണത്? ദൈവമേ, എന്നെ കാത്തോണേ. ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? നിൻ്റെ ഈ ചുണ്ട് കാണുമ്പോഴെല്ലാം എൻ്റെ കൺട്രോള് പോയിട്ടുണ്ട്. അന്ന് ഞാൻ കൺട്രോൾ തെറ്റിയ അറിയാതെ നിൻ്റെ ചുണ്ടിൽ അന്ന് കിസ് ചെയ്ത് പോയത്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ മുഴുവൻ സ്വാദും അറിയണം. അലക്സ്, ജിയോൺ, ജിയോൺ, അലക്സ്. ഓ ദൈവമേ, എനിക്ക് ജീവനുണ്ടോ? ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്? ശരീരം അനക്കം വയ്യ. നീ ഉണർന്നോ? ഉണർന്നെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടെ പോയാലോ?
ഒരു റൗണ്ടും കൂടെ. ദൈവമേ, ഞാൻ കയറി കൊടുത്തത് കടുവക്കൂട്ടിലേക്കാണല്ലോ ഈശ്വരാ.